ഏറെ ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷ ശ്രീമതി കവിത RC, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ശ്രീ ബാബു കോറോത്ത്, ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പ്രസാദ് MK, ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെയ്യുന്ന ശ്രീ ഷാജിമോൻ PA, ശ്രീ ബെന്നിമോൻ, ശ്രീ അജയ്കുമാർ MN, ദീപു വിശ്വംഭരൻ, എൻ്റെ ഏറെ പ്രിയപ്പെട്ട കുട്ടികളെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, എന്തെങ്കിലും 4-5 വാക്കുകൾ ഓതുക, കസ്തൂരി പോലെ മണക്കെട്ട വാക്കുകൾ, കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ എന്ന് പറയുന്നത് പോലെ എനിക്ക് മുന്നേ സംസാരിച്ച ആൾക്കാർ നിങ്ങളുടെ കണ്ണ് വിശാലമാക്കുന്നതിനും നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ പ്രോജ്വലമാക്കുന്നതിനും ഉതകുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളോട് കേവലം അതിനു മുമ്പായി ഈ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തതിന്, വിശേഷിച്ച് ഞങ്ങളുടെ ഈ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളെയും വിമുക്തി പ്രവർത്തനങ്ങളെയും എല്ലാം സഹായിച്ച ജനം TVയോടും അതിൻ്റെ സംഘാടകരോടുമുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ ഞാനിവിടെ അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 1969 ജൂലൈ 20 എൻ്റെ ഓർമ്മ, ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തി, അല്ലേ? ആരായിരുന്നു? നീൽ ആംസ്ട്രോങ്. എന്നിട്ട് അദ്ദേഹത്തോടൊപ്പം മറ്റ് 2 പേരും കൂടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ആദ്യമായി അവിടെ വെച്ച് ഇങ്ങ് ഭൂമിയിലുള്ളവരോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്: ഇറ്റ്സ് എ സ്മാൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, ബട്ട് ഇറ്റ്സ് എ ജയന്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. ഈ മാനവരാശിയുടെ ഏറ്റവും വലിയ ഒരു കാൽവയ്പായി ഇത് ഭാവിയിലേക്ക് മാറും. അതുതന്നെയാണ് ഞാൻ പറയുന്നത്. ജനം TVയുടെ ഈ ഒരു പ്രവർത്തനത്തെയും ആ ഒരു രീതിയിൽ തന്നെ ഞാൻ കാണുന്നു. നമ്മൾക്കറിയാം, ഒരു ചരടിന് മാത്രം, ഒരു ചരട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും, അല്ലേ? എന്നാൽ ഒരു കൂട്ടം ചരടുകൾ ഇങ്ങനെ കോർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാൻ ഭയങ്കര പാടായിരിക്കും. സാധാരണ രീതിയിൽ എൻഫോഴ്സ്മെൻറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ വിമുക്തി പ്രവർത്തനത്തിൽ എക്സൈസ്, പോലീസ് എന്നിവ മാത്രമായി മാറുമ്പോൾ ഞാൻ ഈ പറയുന്ന നേരത്തെ ആ സിംഗിൾ ചരടാണ്. ഇതിപ്പോൾ ഇതൊരു വടമായി അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഉപരിയിലേക്ക് മാറാനായിട്ട് നമ്മളുടെ സമൂഹം പൊതുവെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലേ? അന്നേരം ഇതിനെ പൊട്ടിക്കാൻ ആർക്കും കഴിയുകയില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ മാത്രം. നമ്മളുടെ ഭരണഘടന ഇന്ന് ലോകത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭരണഘടന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മളുടെ ഭരണഘടന തന്നെയാണ്. അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഒരു സെക്ഷനുണ്ട്. നിങ്ങൾ ഫോണും ഗൂഗിളും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് 52 AH എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് ഹ്യൂമനിസം. എന്താണ്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഓരോ സിറ്റിസൻ്റെയും കടമയാണ് എന്തെന്ന് പറയുന്നത്? ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ. എന്താണ് സയൻറ്റിഫിക് ടെമ്പർ? ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താണ്? സ്പിരിറ്റ് ഓഫ് എൻക്വയറി. സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണാത്മകത. ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാത്തിനെയും കുറിച്ച് അന്വേഷിക്കുക. ദ തേർഡ് വൺ ഹ്യൂമനിസം. എന്താണ്? മാനവികത. വിദ്യാർത്ഥികളായ നമ്മൾക്കും നിങ്ങൾക്കും
എല്ലാം വേണ്ടത് ഈ അടിസ്ഥാനപരമായി കഴിഞ്ഞാൽ ഈ 3 ഘടകങ്ങളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ആദ്യം പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ അവബോധം. നമുക്കറിയാം, നിങ്ങൾ കൂടുതലും സയൻസ് വിദ്യാർത്ഥികളാണ്. എന്താണ് ശാസ്ത്രീയ അവബോധം? സയൻറ്റിഫിക് ടെമ്പറും ഉണ്ട്, സയൻറ്റിഫിക് നോളജും ഉണ്ട്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് മാത്രം പറയുകയാണ്. എന്താണ് സയൻറ്റിഫിക് നോളജും സയൻറ്റിഫിക് ടെമ്പറും തമ്മിലുള്ള വ്യത്യാസം? സയൻറ്റിഫിക് നോളജ് എന്ന് വെച്ചാൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ്. അത് നമ്മളുടെ ചുറ്റുമുള്ള ഓരോ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ പടവ് കഴിയുമ്പോഴും ഈ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് അവർക്ക് കൂടിക്കൊണ്ടിരിക്കും. എന്താണ് സയൻറ്റിഫിക് ടെമ്പർ? സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓരോ പൗരനും വേണ്ട ഒരു ഘടകമാണ്. ഒന്നുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, പനി വരുന്നത്, പനി ഉണ്ടാകുന്ന ഒന്ന് ബാക്ടീരിയ മൂലവും പനി ഉണ്ടാകും. അതുപോലെ തന്നെ വൈറസ് മൂലവും പനി ഉണ്ടാവും, അല്ലേ? ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത്. എന്നാൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പനി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യാജ ചികിത്സയിലേക്ക് അയാൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾക്ക് സയൻറ്റിഫിക് നോളജ് ഉണ്ട്, അയാൾക്ക് എന്തില്ല? സയൻറ്റിഫിക് ടെമ്പർ ഇല്ല. പറയാൻ മനസ്സിലായോ? ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പായുന്നത്, അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ പറയാം അവർക്ക് എന്തില്ല? സയൻറ്റിഫിക് ടെമ്പർ ഇല്ല എന്ന് നമ്മൾ പറയും. അന്നേരം വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? സയൻറ്റിഫിക് ടെമ്പർ. എന്ത് കണ്ടാലും നിങ്ങൾ ചോദ്യം ചെയ്യുക. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശാസ്ത്രീയമായി തന്നെ ശരിയാണോ എന്നുള്ള രീതിയിലേക്ക് ഒരു ബോധ്യത്തെ കൊണ്ടുവരിക. സയൻസിൻ്റെതായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്, അല്ലേ? ആദ്യം എങ്ങനെയാണ്? നമ്മളൊരു ഒബ്സർവേഷൻ നടത്തുന്നു, ഏതൊരു കാര്യത്തെക്കുറിച്ച് ഒരു ഒബ്സർവേഷൻ നടത്തുന്നു. ആ ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനകത്ത് കുറച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നു. ആ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലെത്തുന്നു, ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയും. ആ ഹൈപ്പോത്തിസിസിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും പരീക്ഷണം നടത്തുന്നു. തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയുന്നു, ശരിയാണെന്നുണ്ടെങ്കിൽ മുന്നേക്ക് പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. ആ കണ്ടുപിടുത്തത്തിൽ വീണ്ടും പരീക്ഷണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനുമുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഫാൾസിബിലിറ്റി എന്ന് പറയും. അതായത് അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഉള്ള ഒരു സാധ്യത കൂടി എന്തിലുണ്ട്? സയൻസ് മൂലം കണ്ടുപിടിക്കുന്ന ഒരു ഘടകത്തിനുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പം ഞാൻ എന്താണ് ഫാൾസിബിലിറ്റി എന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിലേക്ക് വരാം. ഇപ്പം ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. നിങ്ങൾക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്നത്. അത് ഫോഴ്സ് ഉണ്ടായത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ഘടകം താഴേക്ക് വീഴുന്നത്. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരു ഭാഗമുണ്ട്. എങ്ങനെയാണ്? ഒരു സാധനം മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ താഴേക്ക് വീഴാതിരുന്നാൽ മതി. അതാണ് അതിൻ്റെ ഫാൾസിബിലിറ്റി. മനസ്സിലായോ? അതാണ് സയൻസിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്, ഇപ്പം H2O നിങ്ങൾക്കറിയാം, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്ന് എന്തുണ്ടാവും? ജലതന്മാത്രയും ഉണ്ടാവും. ഇത് തങ്ങളിൽ കൂടിച്ചേർന്ന് അതുണ്ടായില്ലെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഫാൾസിബിലിറ്റി. ഞാൻ പറയുന്നത് മനസ്സിലായോ? എന്നാൽ സയൻസ് അല്ലാത്ത കാര്യത്തിന് ഈ പറയുന്ന ഫാൾസിബിലിറ്റി ഇല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ കിടന്ന് ഉറങ്ങിയ സമയത്ത് എൻ്റെ മുന്നിലേക്ക് ഒരു ഭീകരമായിട്ടുള്ളൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംവദിച്ചു എന്ന് ഞാൻ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഇത് ഞാൻ പറയുന്ന കാര്യം മാത്രമാണ്. ഇതല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയത്തില്ല. പറയാൻ മനസ്സിലായോ? ഞാനിത് പറയുന്നതിന് വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. അതായത് അങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എപ്പോഴും വിദ്യാർത്ഥികൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി ഞാൻ നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഞാൻ ഏകദേശം നിങ്ങളുടെ ചിന്തകളെ കേവലം ഒരു 1380 കോടി വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്താണ് 1380 കോടി വർഷത്തിന്? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അല്ലേ? ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമെന്നുണ്ടെങ്കിലും നമ്മുടെ ചിന്തയൊക്കെ വളരെ പരിമിതമായിട്ടുള്ള ചിന്തകളാണ്. നമുക്കൊരു 10ഓ 50ഓ കല്ലൊക്കെ എണ്ണി വെക്കാം, 1 ലോറി കല്ലെന്നൊക്കെ നമുക്ക് പറയാം, അല്ലേ? എന്നാൽ ഒരു 10 ലോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്തയിൽ നിൽക്കുമോ? ഇല്ല. എന്നാൽ ആ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള 1380 കോടി വർഷങ്ങൾക്ക് മുൻപാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം. അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്.
ഒരു 90%. ബിഗ് ബാങ് തിയറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഭൂമിയുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ സൗരയൂഥമുണ്ടോ? ഇല്ല. അവിടെ നിന്ന് വീണ്ടും സഞ്ചരിച്ച് ഏകദേശം ഒരു 450 കോടി വർഷങ്ങൾ എത്തുമ്പോഴാണ് നമ്മളുടെ സൗരയൂഥം ഉണ്ടാകുന്നത്. ആ സൗരയൂഥത്തിൽ തന്നെ ഏകദേശം ഒരു 400 കോടി വർഷത്തിനടുത്ത് ഭൂമിയും ഏകദേശം ഈ ഭൂമിയിൽ ജീവന്റെ ആദ്യത്തെ കണിക രൂപക്കൊള്ളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം 350 കോടി വർഷം. കേവലം എന്നൊക്കെ ഞാൻ പറയുന്നെങ്കിലും ഞാൻ 1380 കോടിയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. 350 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. ആ 350 കോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ജീവൻ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന നമ്മൾ ഈ കാണുന്ന ജീവനുകളൊന്നും ആയിരുന്നില്ല. വീണ്ടും നമ്മൾ മുന്നേക്ക് സഞ്ചരിച്ച് ഇനി വരുന്നത് ഏകദേശം ഒരു 70 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ചിമ്പാൻസിയും മനുഷ്യനും ഏകദേശം ഒരു പൊതുപൂർവികനിൽ നിന്ന് പരിണാമം ആരംഭിക്കുന്നത്. നമുക്ക് തെറ്റായിട്ടുള്ളൊരു വിശ്വാസമുണ്ടോ കുരങ്ങ് പരിണമിച്ചാൽ മനുഷ്യനുണ്ടായെന്ന്? അങ്ങനാണോ? കുരങ്ങ് പരിണമിച്ചാണോ മനുഷ്യനുണ്ടായത്? അല്ല. അതായത് മനുഷ്യനും ചിമ്പാൻസിയും ഒരു പൊതുപൂർവികനായിരുന്നു. ആ ഒരു പൊതുപൂർവികനിൽ നിന്നാണ് മനുഷ്യൻ്റെ ആവിർഭാവം. അവിടെ നമ്മൾ ആദ്യത്തെ പൂർവികനായിട്ട് കണക്കുന്ന ആസ്ട്രാലോപിത്തിക്കസ് അഫറൻസിസ് എന്നൊക്കെ +2 വിദ്യാർത്ഥികളുടെ അറിയാൻ പറ്റും, നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. അവനാണ് ആദ്യമായി 2 കാലിൽ നിൽക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് വീണ്ടും ഹോമോ ഹാബിലസ്, നിയാൻഡർതൽ മനുഷ്യൻ, ഹോമോ ഇറക്ടസ്, ഇങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മളുടെ മുത്തച്ഛന്മാർ ഇവിടെ ഉണ്ടായത്. എത്ര വർഷം മുമ്പ്? 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അന്നേരം നിങ്ങൾ വിചാരിക്കും ഈ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഈ ആൾക്കാരെല്ലാം നമ്മളെപ്പോലെ ഇതേപോലെ പാൻസ് ഉടുപ്പുമൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതായിരുന്നെന്ന്. അങ്ങനെ ആയിരുന്നോ? അല്ല. എല്ലാ ജീവികളും ഭക്ഷിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അസ്ഥി മജ്ജ അവൻ്റെ കയ്യിലുള്ള കൂർത്ത കല്ലുകൾ ഉപയോഗിച്ച് പൊട്ടിച്ച് അതിലെ മജ്ജ തിന്നുന്ന ഒരു ജീവിയായിരുന്നു മനുഷ്യൻ എന്ന് പറയുന്നത്. ആ സമയത്തെ മനുഷ്യൻ. വീണ്ടും മനുഷ്യൻ്റെ സഞ്ചാരം തുടങ്ങി. അന്ന് ഈ ഹോമോസാപ്പിയൻസ് ഉള്ളപ്പോൾ തന്നെ ഈ ഹോമോ നിയാൻഡർത്തലും ഹോമോ ഇറക്ടസും ഒക്കെ മനുഷ്യരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. വേറെ സ്പീഷീസുകൾ അറിയാം, നിങ്ങൾക്ക് സ്പീഷീസൊക്കെ അറിയാം. കേവലം ഒരു 30,000 വർഷങ്ങൾക്ക് മുൻപ് വരെ ഹോമോ നിയാൻഡർത്തൽ എന്ന് പറയുന്ന വിഭാഗം ഈ പറയുന്ന ഹോമോസാപ്പിയൻസിനോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ഈ 3 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം മനുഷ്യൻ അന്നെല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി, വസ്ത്രമില്ലാതെ, കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അങ്ങനെ സഞ്ചരിച്ച് അവസാനം മനുഷ്യൻ ഒരിടത്ത് നിൽക്കാൻ തുടങ്ങി. എന്നാണെന്ന് പറയാമോ? പറ. എന്നായിരിക്കും? എത്ര വർഷം മുമ്പായിരിക്കും? വെറും 12,000 വർഷങ്ങൾക്ക് മുൻപ്. എത്ര വർഷം മുമ്പ്? only 12,000 years before. അതായത് മനുഷ്യൻ ആദ്യം കൃഷി ആരംഭിക്കുന്നത്, ദ മദർ ഓഫ് ആൾ കൾച്ചർ ഈസ് അഗ്രികൾച്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൃഷി ആരംഭിക്കുമ്പോൾ തൊട്ടാണ് മനുഷ്യൻ ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത്. ആ കൃഷി അന്ന് അവിടെ നിന്നും വീണ്ടും മനുഷ്യൻ്റെ പ്രയാണം, ഇങ്ങനെ കൃഷി ആരംഭിച്ചു. നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ എനിക്ക് 2500 BC ആ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലേ. ഇതൊക്കെ നദീതടങ്ങളിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് മനുഷ്യന് വലിയ അറിവൊന്നുമില്ല. ഈ നദീതടങ്ങളിൽ എന്താണ് ഇത് ആരംഭിക്കാനുള്ള കാരണം? അവിടെയാണ് ഫെർട്ടൈലായിട്ടുള്ള സോയിലും വെള്ളവും ഒക്കെ കിട്ടുന്നത്. അങ്ങനെയുണ്ടായ ഒരു മനുഷ്യൻ. അന്ന് ഇന്നത്തെ കൂട്ടായിരുന്നോ മനുഷ്യൻ്റെ ജീവിത രീതി? അവർക്ക് ഭക്ഷണം വേണം, ഗ്രൂപ്പായി താമസിക്കും, അങ്ങനെ പോകും. അങ്ങനെ സഞ്ചരിച്ച് നമ്മൾ ഇന്ന് ഈ നിലയിൽ ബാക്കിയുള്ള എല്ലാ ജീവികളുടെയും മുകളിൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഈ 12,000 വർഷങ്ങൾക്കുള്ളിലോട്ടൊന്നും പോകണ്ട. കേവലം ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും അല്ലെങ്കിൽ അപ്പൂപ്പനോടും ഒക്കെ ഒന്ന് അന്വേഷിച്ചാൽ നമുക്കറിയാൻ കഴിയും. ഇങ്ങനെയുള്ളൊരു ജീവിതമൊന്നും ആയിരുന്നില്ല.
വളരെ പ്രാകൃതമായ ഒരു കാലഘട്ടമെന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാളവണ്ടികൾ മാത്രം സഞ്ചരിക്കുന്ന കുറേ ആൾക്കാർ, കാളവണ്ടികളിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ. എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകില്ല. മനസ്സിലായോ? അത് മുജ്ജന്മ പാപങ്ങളെന്നോ മറ്റോ പറഞ്ഞു അവയെ തള്ളിക്കളഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു ബഹുഭൂരിപക്ഷവും. കോളറ പോലുള്ള രോഗങ്ങൾ വന്ന് ഇവിടെ 10,000-കണക്കിന് ആൾക്കാർ മരിച്ചു വീണു. 1-2 ദിവസം കൊണ്ട് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖം വന്ന് 10,000-കണക്കിന് ആൾക്കാർ ഇവിടെ മരിച്ചു വീണു. പോളിയോ, വസൂരി തുടങ്ങിയ രോഗങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ ഇന്ന് നിങ്ങൾ എത്തി നിൽക്കുന്നതോ? അന്ന് കേവലം ഒരു പഞ്ചായത്തിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയില്ലായിരുന്നു. ഇന്നിപ്പം നിങ്ങൾ അങ്ങനെയാണോ? ലോകമെന്ന് പറയുന്ന ഒരു കിളിക്കൂട് പോലെ നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ലോകമെന്ന് പറയുന്ന ഒരു കിളിക്കൂട് പോലെ, അതായത് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇന്ന് നിങ്ങൾക്കറിയാം അല്ലേ? നമ്മളുടെ ഭൂമിയെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഏകദേശം ഇപ്പം 7, ഇന്നോ നാളെയൊക്കെ 3 പേരും കൂടെ ചേരും അതിനകത്ത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു ദിവസം ഏകദേശം 16 തവണ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളെ നിയന്ത്രിക്കാനായി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവർത്തികളെ ലഘൂകരിക്കാനായി ChatGPTയും ജെമിനിയും റോബോട്ടുകളും ഒക്കെയുണ്ട്. ഞാൻ പറഞ്ഞത് കുട്ടികളെ വേറൊന്നുമില്ല, ഇന്ന് വരെ ഉണ്ടായ ലോകത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഏറ്റവും ആധുനികമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. മനസ്സിലായോ? ഇതിലും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത്. ഇതിലും മനോഹരമായിട്ടുള്ള കാലഘട്ടമായിരിക്കും. ഒരുപക്ഷെ ഇന്നിവിടെ ഇരിക്കുന്ന ഈ സമൂഹത്തിൽ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ കുട്ടികളാണ്. ഇന്നത്തെ ഈ മുതിർന്ന വർഗം ചിന്തിക്കുന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ നിങ്ങൾക്കിന്ന് കഴിയും. ഇന്ന് നിങ്ങളുടെ സമൂഹം, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം, ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ നമ്മൾ ആൾക്കാരെ മാറ്റി നിർത്തുന്നില്ല. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും, അത് ലെസ്ബിയൻ എന്നോ ഗേ എന്നോ ട്രാൻസ്ജെൻഡർ എന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള മാനവികത നിങ്ങൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്. അത്രയ്ക്ക് ആധുനികരാണിത് നിങ്ങൾ. മനസ്സിലായോ? അത്രയ്ക്ക് ആധുനിക, അത്രയ്ക്ക് നല്ല കുട്ടികളാണ് നിങ്ങൾ. പക്ഷേ ഞാനിത് പറയുമ്പോഴും വളരെ കുറച്ചൊരു സമൂഹം, ഏകദേശം 1% താഴെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏതൊരു കാര്യം പറയുമ്പോഴും നമ്മളത് ശാസ്ത്രീയമായി ചിന്തിക്കണം. അത് ശാസ്ത്രീയമായിട്ട് അതിനകത്തൊരു അവബോധം ഉണ്ടാവണം, നമുക്കൊരു മാനവികത ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഇതും നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് കുട്ടികൾ അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്നവർ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത്? മനസ്സിലായോ? കുട്ടികൾ എന്തുകൊണ്ടാണ് ലഹരി? നമ്മളൊരു യുദ്ധത്തിനൊക്കെ പുറപ്പെടുമ്പം നമ്മളെല്ലാ സന്നാഹങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും അവയെ ഫലവത്തായിട്ടുള്ള രീതിയിൽ പ്രതിരോധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ആ യുദ്ധത്തിൽ പരാജയപ്പെടും. എത്ര ആയുധങ്ങളുണ്ടായാലും അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്നു വീഴും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികൾ ഒരുപക്ഷെ ലഹരിയുടെ ഉപയോഗത്തിലേക്ക്? അത് ശാസ്ത്രീയമായി തന്നെ നമുക്കൊരു ബോധമുണ്ടാകണം. അതായത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ്റെ ഒരു പരിണാമത്തിൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു. അതിൽ ഏകദേശം ഒരു 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അതിനുശേഷം ഏകദേശം ഒരു 12,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇപ്പോഴുള്ള ഒരു മനുഷ്യ സമൂഹത്തെ നിങ്ങൾക്കറിയാം. ഇതേ രീതിയിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഒരു 12,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സിംഹം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പട്ടി, അതിൻ്റെ ജീവിത രീതിയും ഇന്നത്തെ അതിൻ്റെ ജീവിത രീതിയും, ഒരു സിംഹമോ അല്ലെങ്കിൽ കടുവയോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ ഏത് മൃഗങ്ങളും, നിങ്ങൾ ആലോചിക്കുക,
എന്തെങ്കിലും ജീവിത രീതിയിൽ അതിന് വ്യത്യാസം ഉണ്ടായോ? ഒരു സിംഹം 12,000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ വേറൊരു ജീവിയെ ആക്രമിച്ചത്, അതേ രീതിയിൽ തന്നെ ഇന്നും അത് ആക്രമിക്കുന്നു. അതുപോലെ ഒരു പട്ടി അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഒരു പൂച്ച, ഇത്തരം ജീവജാലങ്ങൾ എങ്ങനെയാണോ അവയുടെ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്, അതേ രീതിയിൽ തന്നെ കേവലം നമുക്കറിയാം പട്ടിയും പൂച്ചയും ഒക്കെ അതിൻ്റെ 2 or 3 തലമുറ കഴിയുമ്പോൾ അതിൻ്റെ കുട്ടികളുമായിട്ട് തന്നെ അതിന് കുട്ടികളുണ്ടാവും. അതേ രീതിയിൽ തന്നെ ഇന്നും തുടർന്നു പോകുന്നു. പക്ഷേ മനുഷ്യൻ അങ്ങനെയാണോ? അതെന്തുകൊണ്ടാണ്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ബ്രെയിൻ. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മളുടെ തലച്ചോറ് എന്ന് പറയുന്ന നമ്മുടെ മസ്തിഷ്കം, അല്ലേ? അവർ ബ്രെയിൻ അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 2% ഓഫ് അവർ ബോഡി വെയ്റ്റ്. ഒരാളുടെ ശരീരത്തിൻ്റെ ഏകദേശം 2% അയാളുടെ ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഏകദേശം ഒരു 60 കിലോ ഒക്കെ ഭാരമുള്ള, ഒരു 60-70 കിലോ ഒക്കെ ഉള്ളവർക്ക് ഒരു 1/200 മുതൽ 1.5 കിലോ വരെ ആയിരിക്കും അവരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി. ബ്രെയിനിൻ്റെ ഭാരം ഏകദേശം 1400 cc വരെ ഒക്കെ അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളൊരു വളരെ ബൃഹത്തായിട്ടുള്ളൊരു ബ്രെയിനാണ് നമുക്കുള്ളത്. ഇങ്ങനെ വലിയൊരു ബ്രെയിൻ ഉണ്ടാവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റിൻ്റെ ഏകദേശം 2% നമ്മളുടെ തലച്ചോറ് എന്ന് പറയുന്നത്. പക്ഷെ 2% ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ വെയിറ്റ് എന്നുണ്ടെങ്കിൽ, ബട്ട് ഇറ്റ് കൺസ്യൂംസ് അബൌട്ട് 25% ഓഫ് അവർ എനർജി. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഈവൻ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ ഏകദേശം 25% ആരുപയോഗിക്കുന്നു? നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടായിരിക്കും. ഇപ്പം റിഫ്ലക്സ് ആക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്പൈനൽ കോഡായിരിക്കും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. എന്നാലും ബഹുഭൂരിപക്ഷത്തിലുള്ള പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന, ഒരു 90% പ്രവർത്തനങ്ങളെ 99% പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറ് തന്നെയാണ്. ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അടിസ്ഥാന കാരണവും എന്തു തന്നെയാണ്? അയാളുടെ തലച്ചോറ് തന്നെയാണ്. എങ്ങനെയാണ് തലച്ചോറ് അതിൽ ഭാഗമാകുന്നത് എന്നുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ ബോധ്യപ്പെടണം. നമ്മുടെ ഈ അതിനനുസരിച്ച് നമുക്ക് ബ്രെയിനിൻ്റെ ഘടനയൊക്കെ നിങ്ങൾക്കറിയാം. സെറിബ്രം, സെറിബെല്ലം, മിഡിലോ ബ്ലാങ്കേറ്റ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് നമ്മൾ ബ്രെയിനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് കോഗ്നിറ്റീവ് ബ്രെയിൻ എന്നും 2 ഇമോഷണൽ ബ്രെയിൻ എന്നും 2 ഭാഗങ്ങളായിട്ട്. അതായത് ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രാകൃതമായ കാലഘട്ടം തൊട്ട് നമ്മളെ അടിച്ചേൽപ്പിച്ച് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ പ്രതികരണങ്ങൾ, നമ്മളുടെ സന്തോഷം, നമ്മളുടെ ദേഷ്യം, ഇതെല്ലാം വന്നിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത്. എന്നാൽ കോഗ്നിറ്റീവ് ബ്രെയിനോ, ബൗദ്ധിക ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ബൗദ്ധിക മസ്തിഷ്കം എന്ന് പറയുന്നത് എന്താണ്? നിലവിലുള്ള സിസ്റ്റത്തിനനുസരിച്ച്, മനസ്സിലായോ? നിലവിലുള്ള നിയമത്തിനനുസരിച്ച് പുരോഗതിക്കായി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്? നമ്മളുടെ കോഗ്നിറ്റീവ് ബ്രെയിൻ. നമ്മളുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇതേപോലുള്ള പരിപാടികളുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കോഗ്നിറ്റീവ് ബ്രെയിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ബ്രെയിനിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു റിവാർഡ് സീക്കിംഗ് ബ്രെയിനാണ് നമ്മളുടേത്. റിവാർഡ് സീക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരു സമ്മാനം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു പ്രയോജനം കിട്ടിയാൽ ആ പ്രയോജനത്തിനനുസരിച്ച് നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യും? വീണ്ടും അത് ആവർത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് റിവാർഡ് സീക്കിംഗ്. ആ റിവാർഡ് സീക്കിങ്ങിന് ഉതകുന്ന ചില നാഡീപ്രേഷകങ്ങൾ നമ്മളുടെ ബ്രെയിനിൽ നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങളിവിടെ ഇരിക്കുമ്പോഴും ഞാനിവിടെ സംസാരിക്കുമ്പോഴും എൻ്റെ എല്ലാ ഈ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ തരത്തിലുള്ള നാഡീപ്രേഷകങ്ങളാണ്. ഡോപ്പമിൻ പോലെയുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഡോപ്പമിൻ പോലെയുള്ള ചില നാഡീപ്രേഷകങ്ങൾ. അതായത് ഞാനൊരു കവിത വായിക്കുമ്പോൾ എനിക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോപ്പമിൻ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കളിയിൽ ഏർപ്പെടുമ്പോൾ
ഈവൻ നമ്മൾ പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോൾ പോലും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു എങ്കിൽ അല്ലേ, നമുക്ക് പഠിക്കുന്ന ഒരു കളി പോലെ ആക്കിയെടുക്കണം. അവിടെ എല്ലാം നമ്മുടെ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഈ ഡോപ്പമിൻ്റെ ഉൽപ്പാദനമാണ്. ഇത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ലഹരി ഉപയോഗിക്കുമ്പോഴും ഇതും എന്ത് ചെയ്യുന്നു? സാധാരണ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് 10 മടങ്ങായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ സബ്സ്റ്റാൻഷ്യൽ നിഗ്രയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പറയുന്ന ഡോപ്പമിൻ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് മസ്തിഷ്കത്തിൽ ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സന്തോഷങ്ങളും മറ്റും ഉണ്ടാകുന്നത്. ലഹരി ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. അന്നേരം നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ പോരാ എന്ന്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ നമ്മളൊരു കവിത വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിമിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ എത്രത്തോളം ഹാപ്പി ആവുന്നോ, എത്രത്തോളം ഈ പറയുന്ന രീതിയിലുള്ള ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതിൻ്റെ 10,000 മടങ്ങാണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ഇവ നമ്മളുടെ മസ്തിഷ്കത്തിലെ ബാക്കിയുള്ള കോശങ്ങളെയും കൂടി നശിപ്പിച്ച് എന്നേക്കുമായി ഇല്ലാതാക്കും. മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഈ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകില്ല. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുണ്ടാകുന്ന ആനന്ദം കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളിലേക്ക് പോകാതെ പിന്നെ രക്ഷയില്ലാതെ അതിൻ്റെ അഡിക്റ്റായി മാറുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തപ്പെടും. അങ്ങനെ നിങ്ങളാകണോ? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ആരാകണം, നിങ്ങൾ എന്താകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അടുത്ത ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പരീക്ഷണം നടത്തുന്നത് നിങ്ങളായിരിക്കും. അങ്ങ് ചൊവ്വയിൽ ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷണ കമ്പനിയുടെ സിഇഒമാരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അങ്ങ് ചന്ദ്രനിൽ പോകുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്, നിങ്ങളാണ് നിങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ഞാനിപ്പം തന്നെ പറഞ്ഞ് കുറേ അധികം നിങ്ങളുടെ അടുത്ത് സമയം മുന്നോട്ട് പോവുകയുണ്ടായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥവും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അത്തരം പദാർത്ഥങ്ങളുടെ അടിമകളായി തീരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.